ഫുഡ് അടിക്കാൻ ഒരു ദിവസം കോഴിക്കോട് പോയാൽ എന്തൊക്കെ അവിടെ നമുക്ക് കഴിക്കാം. തൃശ്ശൂരിന് ഏകദേശം 8:30ക്കാണ് നമ്മൾ ഇറങ്ങി. വലിയ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 11:30 ആയപ്പോൾ കോഴിക്കോട് എത്തി. യൂഷ്വലി നമ്മൾ ട്രൈ ചെയ്യാത്ത എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കണമെങ്കിൽ ചന്ദ്രന്റെ ചായക്കടയിൽ പോയാൽ ഇതുപോലെ പൊരിച്ച മീനും അരിപ്പത്തിരിയും പുഴുക്കും മീൻചാറൊക്കെ കഴിക്കാം. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു എന്ന് മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലഞ്ച് കഴിക്കാൻ നേരെ പോയത് കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലേക്കാണ്. ഇവരുടെ ബീഫ് ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ബിരിയാണി ടേസ്റ്റി ആയിരുന്നു, പക്ഷെ മസ്റ്റ് ട്രൈ ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് കോഴിക്കോട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ബേക്കർ ആൻഡ് കോലാണ്. ഇവിടെ നിന്ന് നമ്മൾ കഴിച്ച എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു. കോഴിക്കോട് നല്ലൊരു പ്രീമിയം കഫേ എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇത് എന്തായാലും അടിപൊളിയായിരിക്കും. ഉച്ച കഴിഞ്ഞ് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കോഴിക്കോട് പാരഗണിലേക്ക് വരാം. ഇവിടുത്തെ അപ്പവും ഫിഷ് മാംഗോ കറിയും അടിപൊളിയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഇവരുടെ ഇളനീർ പുഡിങ്ങും മസ്റ്റ് ട്രൈ ആണ്. നല്ല ടെൻഡർ ആയിട്ടുള്ള കരിക്കിന്റെ പൾപ്പ് എടുത്ത് കൊണ്ടുവച്ച ഫീലായിരുന്നു നമുക്ക് കിട്ടിയത്. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ അലുവ വാങ്ങിച്ചത് ഹൽവവാലയെന്നാണ്. വേറെ എവിടെന്നെങ്കിലും നല്ല അലുവ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് റഹ്മത്തിലെ ബീഫ് ബിരിയാണി കഴിക്കാനാ. എല്ലാവരും പറയണ പോലെ ഇവിടുത്തെ ബിരിയാണി മസ്റ്റ് ട്രൈ ആയിരുന്നു. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫും. കുറ്റിച്ചിറ ബിരിയാണിയേക്കാളും ഈ ബിരിയാണി ഞങ്ങൾക്ക് ഇഷ്ടമായ. പിന്നെ കുറച്ചു നേരം കോഴിക്കോട് ബീച്ചിൽ കുറച്ചു നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ പോയത് ദ ഷാപ്പിലേക്കാണ്. കുറെ നാടൻ വിഭവങ്ങൾ കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇവരുടെ ഫുഡിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ചക്കമാങ്ങ തേങ്ങ, മസ്റ്റ് ട്രൈ ആയിരുന്നു. ഇതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വയറിലൊരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അപ്പൊ ഇനി കോഴിക്കോട് വരുമ്പോൾ ഡു ട്രൈ ഓൾ ദീസ് ആൻഡ് താങ്ക് മീ ലേറ്റർ.